എല്ലാവരും നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിയാറായോ? ഞാൻ എൻ്റെ പില്ലോ ഒക്കെ ഒന്ന് റീമേക്ക് ചെയ്തു. അതെങ്ങനെയാണെന്ന് കണ്ടോളൂ. ഞാനിത് എൻ്റെ കോട്ടൻ്റെ എൻ്റെ അടുത്ത് ഉന്നത്തിൻ്റെ പില്ലോ ഉണ്ട്, ഈ ഇതിൻ്റെ സ്പോഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് കഴുകുകയാണ്. ഇത് ഉന്നത്തിൻ്റെ അല്ല, ഈ സ്പോഞ്ചിൻ്റെ. ഇത് തുറക്കാതെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് വാഷിംഗ് മെഷീനിലിട്ട് ഞാൻ കഴുകി. ഞാൻ ഒരു ട്രിപ്പിൽ 2 എണ്ണം കഴുകി. അങ്ങനെ ഈ കഴുകിയ പില്ലോ ആണിത്. അപ്പോൾ അത് തുറന്നു ഇതാ. അപ്പോൾ ഒരു പില്ലോയുടെ കവറ് കുഴപ്പമൊന്നുമില്ല, ക്ലീൻ തന്നെയാണ്. കോട്ടൺ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. മറ്റേ കവറ് ലേശം അത്ര ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലീൻ ആയിട്ടില്ല, അതിലെന്തോ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ കവറ് മാറ്റുകയാണ്. അതപ്പോൾ ഈ കവർ മാറ്റിയിട്ട് വേറൊരു പില്ലോ കവർ എടുത്തിട്ട് അതിലേക്ക് ഇടാണ്. ഞാൻ വേറൊന്ന് സ്റ്റിച്ച് ചെയ്തു. നിങ്ങൾ പഴയ ഏതെങ്കിലും പില്ലോ കവർ എടുത്താലും മതി. അപ്പോൾ ഞാൻ ഉമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഉന്നത്തിൻ്റെ ഇതൊക്കെ അഴിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി, കൊട്ടയിലിട്ട് ഉണക്കി അത് വേറെ പില്ലോ കവറിലൊക്കെ ഇട്ട് തുന്നുന്നത് ഉമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഈ കവറിലേക്ക് പില്ലോകളൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം, അതെനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ കിടക്കുമ്പോഴൊക്കെ ഒന്ന് ക്ഷീണിച്ചൊന്ന് കിടക്കാനൊക്കെ ചെന്നാൽ ഒരു പോസിറ്റീവ് എനർജി അല്ലേ. അപ്പോൾ ഇത് ഈ കോട്ടണിലേക്ക് ഞാൻ ഈ കോട്ടന് ഈ വേറൊരു ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇത് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കൈകൊണ്ടൊന്ന് തുന്നിയാലും മതി. മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചോളൂ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് മെഷീൻ്റെ മേലെ വെച്ചിട്ടൊന്ന് തയ്ക്കുകയാണ്. ഇപ്പം ഞാൻ 2 പില്ലോ ആണ് ചെയ്യുന്നത്. മറ്റേത് ഞാൻ തലേ ദിവസം ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് നിങ്ങൾക്കൊന്നത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ 2 പില്ലോയും ഇങ്ങനെ തന്നെ ഞാൻ രണ്ടിൻ്റെ അറ്റവും ഞാൻ മെഷീനിലിട്ട് കണ്ടൊന്ന് തയ്ച്ച് 2 പില്ലോവും ഞാൻ ശരിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഒരു കവറ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു ഇഷ്ടം, എനിക്ക് അതെപ്പോഴും ക്ലീൻ ആയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടം. അപ്പോൾ ഈ 2 പില്ലോ കവറും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ മേലെ ഇടാനായിട്ട് വേറെ 2 കവറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സിബാണ് അതിന് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. വെക്കണം നിർബന്ധമൊന്നുമില്ല, ഞാനിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ എപ്പോഴും നമുക്കത് എടുക്കാനും തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് കഴുകാൻ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ ഈ കവർ എടുത്തിട്ട് കഴുകും. മറ്റേ ബെഡ്ഷീറ്റിൻ്റെ കൂടെ ഉണ്ടാകുന്ന കവറ് ഇതിൻ്റെ മേലെയാണ് ഞാൻ ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ പില്ലോ ഒക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സിബ് ഞാൻ തന്നെ വെച്ചതാണ് ഈ സിബ്. അപ്പോൾ അതിനുള്ളിൽ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ മേലെയാണ് ഞാൻ മറ്റേ ബെഡ്ഷീറ്റിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ കവർ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കൂ. എൻ്റെ അടുത്തുള്ള 5-6 പില്ലോസും ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.